2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കായിരുന്നു. പൊസിഷൻസും ലാച്ചിങ്ങും ഒക്കെ പ്രോപ്പറാകാൻ ഞാൻ റിയലി സ്ട്രഗിൾ ചെയ്തു. എൻ്റെ പേര് ശില്പ, ഞാൻ കുട്ടികളുടെ നഴ്സാണ്. ഡിഫറെൻറ്റ് കൺട്രീസിലായി 10 ഇയേഴ്സ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ യു കെയിൽ നിന്ന് കുഞ്ഞു കുട്ടികളുടെ സ്പെഷ്യലൈസേഷനും കംപ്ലീറ്റ് ചെയ്തു. യു കെയിൽ വർക്ക് ചെയ്തു. ഇന്നത്തെ ടോപ്പിക്ക് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ബേബിയുണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് പില്ലോയും ഉണ്ട്. നമുക്ക് നോർമൽ പില്ലോ യൂസ് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ വേണം ഇരിക്കാൻ. ആംറെസ്റ്റ് ഉള്ളൊരു ചെയർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചാരി നിവർന്നിരുന്ന് ഷോൾഡർ എപ്പോഴും കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്ത് വേണം ഇരിക്കാൻ. പിന്നെ പില്ലോ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പൊസിഷനിലേക്ക് പോവാം. പൊസിഷൻസ് 4 പൊസിഷൻസാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ക്രേഡിൽ ഹോൾഡ് മെത്തേഡ്, ക്രോസ് ക്രേഡിൽ ഹോൾഡ് മെത്തേഡ്, സൈഡ് ലൈൻ പൊസിഷൻ, ഫുട്ബോൾ മെത്തേഡ്. ആദ്യമായിട്ട് പറയുന്ന മെത്തേഡ് ക്രോസ് ക്രേഡിൽ മെത്തേഡാണ്. കാരണം ന്യൂ ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ക്രോസ് ക്രേഡിൽ മെത്തേഡ്. പുതിയതായിട്ട് വരുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് എങ്ങനെ പിടിക്കണം, ബേബീനെ എങ്ങനെ എടുക്കണം എന്ന് പോലും അറിയത്തില്ലാത്ത അമ്മമാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ക്രോസ് ക്രേഡിൽ മെത്തേഡ്. ഇവിടെ നമ്മൾ മസ്റ്റായിട്ട് പില്ലോ വേണം. അതുപോലെ ആദ്യമായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നൊക്കെ ആൾക്കാരാണ് ഒരു ആംറെസ്റ്റുള്ള ചെയറും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബേബി എൻ്റെ അടുത്തുണ്ട്, ചെറിയ ബേബിയാണ് കേട്ടോ. നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ക്രോസ് ക്രേഡിൽ ഹോൾഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡിൽ ബേബീനെ എടുക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളം കൈയിൽ ബേബീൻ്റെ ഷോൾഡർ വരണം. എന്നിട്ട് ആദ്യത്തെ 3 ഫിംഗർ, തമ്പും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഉപയോഗിച്ച് നമ്മൾ ബേബീൻ്റെ ഹെഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ബ്രസ്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത് ബേബിക്ക് ഫീഡ് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് കൺട്രോളും ഉണ്ട്. ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. എപ്പോഴും ബേബീൻ്റെ ടമ്മി നമ്മുടെ ടമ്മിയായിട്ട് ഫേസ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ഹാൻഡ് നമ്മുടെ ഫ്രീ ആണ്, ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് ഫ്രീ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ബ്രസ്റ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാം. എപ്പോഴും ഈ ഒരു ഷേപ്പിൽ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ താഴേന്ന് വി ഷേപ്പിൽ ഹോൾഡ് ചെയ്യണം കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ സി ഷേപ്പ്, അല്ലെങ്കിൽ താഴേന്ന് ഇങ്ങനെ വി ഷേപ്പിൽ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില അമ്മമാരൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്ത് മിൽക്ക് ഫ്ലോ കുറയ്ക്കും അങ്ങനെയാകുമ്പോൾ. പിന്നെ പറയാനുള്ളത്, ഈ ഒരു മെത്തേഡ് കൂടുതലും നമ്മൾ ന്യൂ ബോൺ ബേബീസിനാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഇത്തിരി കൂടിയാൽ നമുക്കിത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത മെത്തേഡാണ് ക്രേഡിൽ മെത്തേഡ്. ഞാൻ പറഞ്ഞത് ക്രോസ് ക്രേഡിൽ മെത്തേഡാണ്. അടുത്തത് ക്രേഡിൽ മെത്തേഡ് സാധാരണ നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർ അതായിരിക്കും യൂസ് ചെയ്തത്. ഈവൻ രണ്ടാമത്തെ തവണ ഡെലിവറി ചെയ്ത അമ്മമാർ പോലും ക്രേഡിൽ മെത്തേഡിലേക്കേ യൂസ് ചെയ്യുള്ളൂ. പെട്ടെന്ന് അവർക്ക് അതായിരിക്കും ഈസി. അത് ക്രോസ് ക്രേഡിൽ യൂസ് ചെയ്ത് ഒരു 2 വീക്സ് 3 വീക്സ് കഴിയുമ്പോൾ നമുക്ക് ക്രേഡിൽ മെത്തേഡിലേക്ക് പോകാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഈ ബേബിനെ നമ്മൾ ആ സെയിം ഹാൻഡിൽ തന്നെ എടുക്കും. ഈ കൈമുട്ടിൻ്റെ ഇവിടെ ബേബിൻ്റെ ഹെഡ് വെക്കും, അതായത് എൽബോയിൽ ബേബിൻ്റെ ഹെഡ് വെക്കും. എന്നിട്ട് നമ്മൾ ബേബിനെ ഫീഡ് ചെയ്യും. ഇതാണ് സാധാരണ എല്ലാവരും ഈസി ആയിട്ട്, ഒരു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയവർക്കൊക്കെ ഇതാണ് ചെയ്യാൻ എളുപ്പം. ഇതാണ് അവർ യൂസ് ചെയ്യുക, കാരണം ഈ ഹാൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് പാൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ന്യൂ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബേബീൻ്റെ ഹെഡിന് കൺട്രോൾ ഇല്ല, കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ് പിടിക്കാനും ഇതാക്കാനും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് പാൽ കൊടുക്കും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരെപ്പോഴും മറ്റ് മെത്തേഡ്, ക്രോസ് ക്രേഡിൽ മെത്തേഡ്, അത് ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ പാൽ കൊടുക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 2 മെത്തേഡും ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പം ക്രോസ് ക്രേഡിൽ മെത്തേഡ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ മിൽക്ക് കൊടുക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. ഇനി ക്രേഡിൽ മെത്തേഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ മിൽക്ക് കൊടുക്കണമെങ്കിൽ റൈറ്റ് എൽബോയിൽ വെച്ചിട്ട് ഫീഡ് കൊടുക്കും. അപ്പോൾ 3ാമത്തെ പൊസിഷനാണ് ഫുട്ബോൾ ഹോൾഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ ബേബീനെ സെയിം ഹാൻഡിൽ തന്നെ എടുക്കുന്നു, പക്ഷെ ഒരു സൈഡിൽ എടുക്കുന്നു കേട്ടോ. എന്നിട്ട് ബേബീൻ്റെ ഹെഡ് നമ്മുടെ കയ്യിൽ വരും. എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമ്പും മിഡിൽ ഫിംഗർ ഉപയോഗിച്ച് ബേബീൻ്റെ ചെവീൻ്റെ അവിടെ ഹോൾഡ് ചെയ്യുന്നു. ഇൻഡെക്സ് ഫിംഗർ സെൻറ്ററിൽ, ബേബീൻ്റെ ഹെഡിൻ്റെ സെൻറ്ററിൽ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈൻ്റെ ഇടയിൽ ബേബീൻ്റെ 2 ലെഗും വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നു. ഈ ഒരു ഹാൻഡ് ഫ്രീ ആണ്, ഇത് ഉപയോഗിച്ച് നമുക്ക് ബ്രസ്റ്റ് ഹോൾഡ് ചെയ്യാം. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ട്വിൻ ബേബീസിനൊക്കെ വേണ്ടിയിട്ട്. ട്വിൻ ബേബീസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് എളുപ്പമായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ സെക്ഷനൊക്കെ കഴിഞ്ഞ അമ്മമാർക്ക് വയറിൽ പെയിനായിട്ട് വരുമ്പോഴേ നമുക്ക് ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഇരുന്നിട്ട് ഫീഡ് ചെയ്യുന്ന നേരത്ത് ഫീഡ് കൊടുക്കുമ്പോൾ കൺട്രാക്ഷൻ്റെ പെയിന്, അത് കാരണം എനിക്കിവിടെ ബേബിനെ വെക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ഈ ഫുട്ബോൾ ഹോൾഡ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ബേബി ഈ സൈഡിലാണല്ലോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ള അമ്മമാർക്കും ഈ ഒരു പൊസിഷൻ നല്ലതാണ്.
അപ്പോൾ 4ാമത്തെ പൊസിഷനാണ് സൈഡ് ലൈൻ പൊസിഷൻ. ഇതൊന്നുമില്ല, നമ്മൾ ബേബിയുമായിട്ട് ബെഡിൽ കിടന്നിട്ട് കൊടുക്കുന്നു ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട്. അപ്പം ഇതിങ്ങനെ കിടക്കുമ്പോൾ ബേബീൻ്റെ ഹെഡും ഷോൾഡറും തൈയും ഒരേ പൊസിഷനിലായിരിക്കും, ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കേട്ടോ. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് സി സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് കിടന്നിട്ട് പാൽ കൊടുക്കാം. അതുപോലെ നൈറ്റ് ടൈം ഫീഡ് ചെയ്യാനൊക്കെ അമ്മമാർക്ക് യൂസ് ചെയ്യാം. ഈ നൈറ്റ് ടൈം ഫീഡ് ചെയ്യുന്നത് ഒരു 2-3 months ഒക്കെ കഴിഞ്ഞിട്ട് ബേബി ഒത്തിരി ബിഗായി കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ കൊടുക്കുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, നമ്മൾ ഉറങ്ങി പോകാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് 4 പൊസിഷൻസ്, ഈസിയാണ്. ഒന്ന് ക്രേഡിൽ മെത്തേഡ്, ക്രോസ് ക്രേഡിൽ മെത്തേഡ്. ക്രോസ് ക്രേഡിൽ മെത്തേഡാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അതെല്ലാ പുതിയ അമ്മമാർ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. പിന്നെ സൈഡ് ലൈൻ മെത്തേഡ്, പിന്നെ ഫുട്ബോൾ മെത്തേഡ് കേട്ടോ. അപ്പം ഞാൻ 1-2 ടിപ്സ് പറഞ്ഞുതരാം ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുമ്പം. ഒന്നാമത്തെ പില്ലോ യൂസ് ചെയ്യുക, അതൊരു നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ബേബീനെ നമ്മളെപ്പോഴും ഹോൾഡ് ചെയ്യുമ്പം ക്രോസ് ക്രേഡിൽ മെത്തേഡിലും ക്രേഡിൽ മെത്തേഡിലും ബേബീനെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബേബീൻ്റെ വയറ് നമ്മുടെ വയറിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വയറുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ അതൊരു പ്രോപ്പർ പൊസിഷന് വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബേബീൻ്റെ ടമ്മി നമ്മുടെ ടമ്മിയായിട്ട് ഫേസ് ചെയ്യണം. ഒരിക്കലും ബേബീനെ നേരെ കിടത്തിയിട്ട് തല മാത്രം ചരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ പറയാനുള്ളത്, ബേബി സക്ക് ചെയ്യുമ്പോൾ പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ബേബി സക്ക് ചെയ്യുന്ന നിപ്പിളയിലാണെന്നാണ്. അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ലാച്ചിങ് ട്രൈ ചെയ്യുക. അപ്പം എപ്പോഴും ബേബി പ്രോപ്പർ പൊസിഷനും പ്രോപ്പർ ലാച്ചിങ്ങും ആണെങ്കിൽ ബേബീൻ്റെ മൗത്ത് വൈഡ് ഓപ്പൺ ആയിരിക്കും. മദറിൻ്റെ ഏരിയോള അതായത് ആ ബ്ലാക്ക് പാർട്ടിൽ നിപ്പിൾ കഴിഞ്ഞിട്ടുള്ള ആ ബ്ലാക്ക് ഏരിയ അല്ല ബ്രൗൺ ഏരിയ 3/4 ബേബി കവേർഡ് ആയിരിക്കും. ബേബീൻ്റെ താഴത്തെ ഈ താടി ചിന്ന് അമ്മേൻ്റെ ബ്രസ്റ്റിൽ തട്ടിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പൊസിഷൻസ്. കൂടുതൽ ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.